മൂപ്പരായിട്ടുള്ള ബന്ധം കൊണ്ടിട്ട് ആ ബന്ധം ഒന്ന് പുലർത്തുകയും ചെയ്യാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയത് അവൻ്റെ സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മുടെ മുമ്പിൽ നഷ്ടപ്പെട്ട ഒരു രൂപമാണ് കാണുന്നത്. കാരണം ചീക്കോർണാജിയുടെ എല്ലാ പരിപാടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മൂപ്പരെ മോനെ പോലെ കണ്ടിരുന്ന ഒരു ആളാണ് നമ്മുടെ നാസിർക്ക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമ്മുടെ ഇടയിലില്ല. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബർ സ്വർഗ്ഗത്തോപ്പിൽ പൂന്തോപ്പാക്കി വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അതേപോലെ നമ്മുടെ അസൻക, നമ്മുടെ മല്ലാക്ക, അവരുടെ എല്ലാവരുടെയും ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പിൽ പൂന്തോപ്പാക്കി വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് ചീക്കോടനാജിയുടെ ഉപ്പ ഉമ്മ, അതേമാതിരി നമ്മിൽ നിന്ന് ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ടോ അവരെ ഖബറെല്ലാം അല്ലാഹു സ്വർഗീയ ലോകത്ത്, ഖബറെല്ലാം സ്വർഗീയ തോപ്പിൽ നിന്ന് പൂന്തോപ്പാക്കി വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മിൽ നിന്ന് ആരെല്ലാം ഏതെല്ലാം ഖബർസ്ഥാനിലാണോ അവരെല്ലാവരെയും മുത്തുനബിയോട് കൂടെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കൂട്ടരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതേപോലെ ബഷീർ മാസ്റ്റർ പറഞ്ഞപ്പോൾ ഓർമ്മ കൂടി വന്ന ഒരുപാട് ആലിമീങ്ങൾ വരെ അറിവുള്ളവർ വരെ ചെയ്യുന്ന ഒരു അമലാണ്. അതായത് നമ്മുടെ പള്ളിയുടെ മറയാക്കുന്ന വിഷയത്തിൽ പറഞ്ഞപ്പോൾ ഒരു ഓർമ്മ വന്നതാണ്. പള്ളിയുടെ വാതിലിൻ്റെ ഡോറ് തുറന്നിട്ട് ആ ഡോറ് നാം മറയാക്കി നിസ്കരിക്കും. അതും നമ്മുടെ മറയായി സ്വീകരിക്കുന്നതല്ല. കാരണം മറ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നാട്ടപ്പെട്ടതായിരിക്കണം എന്ന ഫിഖ്ഹിന്റെ കിതാബിലല്ല പറഞ്ഞത്. അപ്പോൾ ഡോറ് തുറന്നിട്ട് ആ ഡോറ് മറയായിക്കൊണ്ട് ആ ഡോറിൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചാലും അതും നമുക്ക് മറയായി പരിഗണിക്കില്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. മുത്തുനബിയുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി, അവിടുത്തെ സ്നേഹം നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തെ ഓരോ സദസ്സുകൾ നാം സംഘടിപ്പിക്കുന്നത്. ഏതായിരുന്നാലും ഈ സദസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമായത്, ഞാൻ വന്നിരുന്നപ്പോൾ തന്നെ ബഷീർ മാസ്റ്റർ പറഞ്ഞ് സലാം ബൈത്ത് കൊണ്ട് തുടങ്ങുക. നമ്മൾ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ച ഖതീബ് മിമ്പറയിൽ കയറി കഴിഞ്ഞാൽ അസ്സലാമു അലൈക യാ ഷഹ്റു റമദാൻ, അസ്സലാമു അലൈക യാ ഷഹ്റ തറാവീഹ് എന്നൊക്കെ ഒരുപാട് സലാം പറയും. അത് ആ സലാമെല്ലാം ഒരു ആലങ്കാരികമായ സലാമാണ്. പക്ഷേ നമ്മുടെ മൗലിദിൽ നാം സലാം പറയുന്നത് ആലങ്കാരികമല്ല. അത് യഥാർത്ഥ മുത്തുനബിയോടുള്ള സ്നേഹമാണ്, സലാമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ചെറിയൊരു ഹദീസ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേല് സ്വലാത്ത് നാം വർദ്ധിപ്പിക്കുക. കാരണം ഇന്നിപ്പോ നമ്മുടെ ഈ സദസ്സിൽ നാം ചൊല്ലിയതായ മൗലിദിന്റെ എല്ലാ ബൈത്തുകൾക്കും നാം ജവാബ് ചൊല്ലി. ആ ജവാബുകളെല്ലാം മുത്തുനബിയുടെ മേലുള്ള സ്വലാത്താണ്. അതോടൊപ്പം തന്നെ നാം മൗലിദ് ഓതുന്ന സമയത്ത് ചിരിക്കുക, കളിക്കുക, അതേമാതിരി സംസാരിക്കുക, അതൊക്കെ വലിയ ഒരു അദബ് കേടാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നാം ഈ മൗലിദിലും റാത്തീബിലായാലും എല്ലാ വിഷയങ്ങളിലും മലക്കുകളെല്ലാം ഹാജറുള്ള സദസ്സുകളാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മദീന പള്ളിയിൽ വെച്ച് ദർസ് നടക്കുന്ന സമയത്ത് 40ഓളം പ്രാവശ്യം വിഷമുള്ളതായ തേൾ അദ്ദേഹത്തിൻ്റെ ചന്തിക്കും അതേപോലെ കാലിനുമായി കുത്തുകയുണ്ടായി. ആ സമയത്തൊന്നും അദ്ദേഹം തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ഔസാഫുകളും അവിടുത്തെ കൗലുകളും അവിടുത്തെ വാക്കുകളും പ്രവർത്തികളൊക്കെ അടങ്ങിയതായ ഹദീസ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ മറ്റു ശ്രദ്ധ തിരിക്കുന്നത് അത് വലിയൊരു അദബ് കേടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനിക്ക് ആ തേള് കടിക്കുന്നത് പോലും ശ്രദ്ധിച്ചില്ല എന്നാണ് മഹാന്മാരുടെ ചരിത്രം. അതുകൊണ്ട് ചെറിയ രൂപത്തിൽ
ഉപദേശം എന്നൽക്ക് പറയാനുള്ളത്, നാം മൗലിദ് ഓതുന്ന സമയത്ത് വളരെ വിനയത്തിൽ വളരെ താഴ്മയിൽ അത് ഇരിക്കാൻ നാം ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മുടെ ദുആകൾക്കും നമ്മുടെ മൗലിദുകളെല്ലാം സ്വീകരിക്കാൻ വലിയ കാരണമാണ്. തന്നെയുമല്ല, നാം ഇന്ന് ചൊല്ലിയതായ മൗലിദ് എത്ര സ്വലാത്താണ്, 1-ന് 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ചൊല്ലും. മാത്രമല്ല 10 സ്വലാത്ത് ചൊല്ലും എന്ന് മാത്രമല്ല, 10 ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും 10 ഹസനാത്ത് അവന്റെ ഏടുകൾ രേഖപ്പെടുത്തുകയും 10 ദറജകൾ അവനിക്ക് അല്ലാഹു തആല സ്റ്റെപ്പായിട്ട് അല്ലാഹു തആല പദവികൾ ഏറ്റി കൊടുക്കുകയും ചെയ്യുമെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബസ്സാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിച്ചു. അതേപോലെ തന്നെ ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ വളരെ വിശാലമായ ദീർഘമായ ഒരു ഹദീസിൽ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മലക്കിനെ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മലക്കിന്റെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, ദുനിയാവിൽ വെച്ച് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലില് ഒരു മനുഷ്യൻ ഏത് നാട്ടിൽ നിന്നായാലും, ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വായക്കാടിൽ നിന്ന് ഒരു കുട്ടി ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ മലക്കിന് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കാണ്, ഇന്നാലിന്റെ മുഹമ്മദിന്റെ മകൻ അബ്ദുറഹ്മാൻ, വാപ്പയുടെ പേരടക്കി ആ മലക്കിന് അല്ലാഹു തആല അറിയിക്കുകയാണ്. ആ മുഹമ്മദിന്റെ മകൻ അബ്ദുറഹ്മാൻ എന്ന കുട്ടി അല്ലെങ്കിൽ മകന് മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്നുള്ള ആ വാർത്ത ആ മലക്ക് നബി തങ്ങളുടെ റൗള ഷരീഫിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയിച്ചു കൊടുക്കുമെന്ന് ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നാം ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ റൗളയുടെ അടുക്കലുള്ള മലക്ക് ഡയറക്റ്റ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സ്വലാത്ത് അറിയിക്കുകയും തന്നെയുമല്ല, അത് കാരണമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുകയും നമുക്ക് വേണ്ടി നമ്മെ കൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വലാത്ത് ഈ റബീഉൽ അവ്വൽ മാസം നാം ഇതോടനുബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയത് സ്വലാത്തിന്റെ വാചകം നിർണയമല്ല, ഒരുപാട് ഇനങ്ങൾ സ്വലാത്തുണ്ട്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ ഒരു 100 സ്വലാത്തെങ്കിലും ഞാൻ നിങ്ങളോട് പറയാൻ അർഹതപ്പെട്ടവനല്ല, എങ്കിലും ചെറിയൊരു ഉപദേശം നിലയ്ക്ക് ഒരു 100 സ്വലാത്തെങ്കിലും നാം ദിവസം ചെല്ലാം. നാം ഒരു പ്രതിജ്ഞ എടുക്കണം. ഒന്നുമില്ലെങ്കിൽ 5 വക്ത് നിസ്കാരത്തിന്റെ പേരിൽ ശേഷം ഒരു 25 സ്വലാത്ത് അല്ലെങ്കിൽ 50 സ്വലാത്ത് ഓരോ വക്തിലും നാം ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ പ്രയാസമില്ലാത്ത രീതിയിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. അത് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് കിട്ടാനും അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ഹൗളുൽ കൗസർ നമുക്ക് വാങ്ങി കുടിക്കുവാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളെ മുമ്പൊക്കെ നമ്മുടെ വീട്ടുകാർ, നമ്മളെ വല്യപ്പന്മാരൊക്കെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടീനെ സംസാരിക്കാൻ സമ്മതിക്കൂല. ഇന്ന് അത് അറിവുള്ളവരാവട്ടെ അറിവില്ലാത്തവരാ, അത് വലിയൊരു ഭവിഷ്യത്തായി മാറി. ഒരു കുട്ടിക്ക് മൈൻഡില്ല. ഞാൻ ഇന്നാളിപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ശിവൻ എന്ന ഒരു ഹൈന്ദവ മനുഷ്യൻ നമ്മുടെ 4-5 യുവാക്കൾ ഇങ്ങനെ സംസാരിച്ച സമയത്ത് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുക, ചങ്ങന്മാരെ ബാങ്ക് കൊടുക്കണത് ഒന്നും മിണ്ടാതിരുന്ന് നോക്കിയ ഒരു ശിവനാണ് ഇവരെ ഉപദേശിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഈമാൻ നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട്. മരിക്കുന്ന സമയത്ത് നമുക്ക് കലിമ ചൊല്ലി മരിക്കാൻ സാധിക്കുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വലിയ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള സമയമാണ്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ശേഷം ദുആക്ക് ഇജാബത്തുള്ള സമയം എണ്ണിയ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആ പറയുന്നത് പോലെ നാം ചൊല്ലി അവസാനം ബാങ്കിന്റെ ശേഷമുള്ള ആ ദുആയും കൂടി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അത് ഈമാൻ സലാമത്താവാനുള്ള ഒരു കാരണമായിക്കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് പിടിച്ചുകൊണ്ടിട്ട് മഹാന്മാരെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര ലളിതമായ രീതിയിലുള്ള നമുക്ക് എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ പകർത്താൻ ഒരു പ്രയാസമില്ലാത്ത കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഒരു വിധമൊക്കെ നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പൂർണ്ണ ആരോഗ്യവും അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിന് വേണ്ടി അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർ, അതുപോലെ ഈ മഹല്ലത്തിൽ നിന്ന് ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെ ഖബറും അല്ലാഹു സ്വർഗ്ഗത്തോപ്പിൽ പൂന്തോപ്പാക്കി വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട് ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരെയും അല്ലാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.